ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വീക്ക് ലേൺ PSC. അപ്പോൾ ഇന്ന് നമ്മൾ പതിവ് പോലെ തന്നെ നോക്കാൻ പോകുന്നത് കേരള PSC ഡ്രൈവർ എക്സാമിന്റെ ക്ലാസ് അല്ല, അതിന് പകരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത്. അതായത് കേരള PSC ഡ്രൈവർ ആൻഡ് ഓഫീസ് അറ്റൻഡന്റ് 2019 ചോദിച്ച ക്വസ്റ്റ്യനിലെ ട്രേഡ് ഭാഗത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. GKയുടെ 50 മാർക്ക് ഉണ്ട്, കൂടാതെ ട്രേഡിനകത്തെ 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ വരുന്ന പാറ്റേൺ ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ PSC എല്ലാ പരീക്ഷകൾക്കും റിപ്പീറ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം, എങ്ങനെയുള്ള ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിയുമ്പോൾ മറ്റൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യനകത്ത് നമ്മളിപ്പോൾ ഒരു ആൻസർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ അറിയാതിരിക്കും, പക്ഷേ അത് PSCയുടെ ആൻസർ ആകണമെന്നില്ല. അങ്ങനെയുള്ള ആൻസർ വരെ നമുക്ക് ഫെമിലിയർ ആകാൻ പറ്റുകയും ചെയ്യും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം തന്നെ എല്ലാവരും ഒരു പേനയും പെൻസിലും എടുത്ത് വെക്കുക. നമുക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു പേപ്പറിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ഞാൻ ആൻസർ പറഞ്ഞാണ് പോകുന്നത്, എങ്കിലും നിങ്ങൾ ആദ്യത്തെ തവണ ഓരോ സ്ക്രീൻ വരുമ്പോൾ അത് പോസ് ചെയ്ത് വെച്ചിട്ട് ആൻസർ കറക്റ്റ് ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻ നമ്പർ എഴുതുക. അതിന്റെ നേരെ A ആണ് ആൻസർ എങ്കിൽ A എന്ന് എഴുതി പോവുക. അങ്ങനെ കറക്റ്റ് 50 എണ്ണം എഴുതി പോയതിനു ശേഷം മൈനസ് മാർക്ക് കുറച്ചിട്ട് നമുക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് സ്കോർ ചെയ്യുക. ചിലപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ചെയ്തതായിരിക്കും, എങ്കിലും കുഴപ്പമില്ല. നമ്മൾ കഴിഞ്ഞ തവണത്തെ മാർക്ക് അറിയാമല്ലോ, അപ്പോൾ അതിനെ കഴിഞ്ഞ് ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ അറിയാവുന്ന എല്ലാ കാര്യങ്ങളും അറിയാവുന്ന വെച്ച് നമ്മൾ ഈസി ആയിട്ട് ഇതിനെ കാണരുത്. ശരിക്കും നമ്മൾ ചെയ്ത് തന്നെ നോക്കിയാലേ നമുക്ക് തെറ്റ് പറ്റാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം അറിയാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഒത്തിരി പഠിച്ചു നിട്ടാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഞാൻ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ അതിൻ്റെ ചെറിയ പോയിന്റുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പോയിന്റ് കൂടെ കവർ ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മറ്റുള്ളവരുടെ തെറ്റായ ഡ്രൈവിംഗ് മൂലം തനിക്കുണ്ടാവുന്ന അപകടങ്ങളെ മുൻകൂട്ടി കണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി വാഹനം ഓടിക്കുന്ന രീതിയാണ്. ഓപ്ഷൻസ്: ഒഫൻസീവ് ഡ്രൈവിംഗ്, ഡിഫൻസീവ് ഡ്രൈവിംഗ്, സിക്സാഗ് ഡ്രൈവിംഗ്, സ്ട്രെയിറ്റ് ഡ്രൈവിംഗ്. അതായത് മറ്റുള്ളവരുടെ തെറ്റായ ഡ്രൈവിംഗ് മൂലം നമുക്കുണ്ടാകുന്ന അപകടങ്ങളെ മുൻകൂട്ടി കണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി വാഹനം ഓടിക്കുന്ന രീതി. അതിന് പറയുന്ന പേര് ഡിഫൻസീവ് ഡ്രൈവിംഗ് എന്നാണ്. മറ്റുള്ളവർ തെറ്റായി വാഹനം ഓടിക്കുമെന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ട്, അപ്പം നമ്മൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുന്നതിനാണ് ഡിഫൻസീവ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. അടുത്താണ് 52ാമത്തെ, റിയർ വ്യൂ മിററിൽ കൂടി കാണാൻ കഴിയാത്ത സ്ഥാനത്തെ പറയുന്നത്. ബ്ലൈൻഡ് സ്പോട്ട്, റെയർ സ്പോട്ട്, സ്ട്രെയിറ്റ് സ്പോട്ട്, ഡെഡ് സ്പോട്ട്. കാണാൻ കഴിയാത്തെന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ബ്ലൈൻഡ്. ഇംഗ്ലീഷിൽ അതിന്റെ മീനിങ് ബ്ലൈൻഡ് എന്നാണ്. നോക്കി കഴിയുമ്പോൾ തന്നെ അറിയാം, ബ്ലൈൻഡ് സ്പോട്ട് ആണ് ആൻസർ. വാഹനത്തിന് ഉറപ്പായിട്ടും വേണ്ട റിയർ വ്യൂ മിററുകളുടെ എണ്ണം 2ആണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. PSCയുടെ ആൻസർ 2ആണ്. ഒരു വാഹനത്തിൽ ഉറപ്പായിട്ടും 2 റിയർ വ്യൂ മിറർ വേണം എന്നുള്ളതാണ് PSCയുടെ ആൻസർ. അപ്പോൾ ആ കാര്യം കൊണ്ട് ഒന്ന് ഓർത്തിരിക്കുക, ഇതിന്റെ അനുബന്ധ ഘടകമായിട്ട് ഓർത്തിരിക്കുക. അടുത്തത് 53, ഡ്രൈവർ റോഡിലെ ഏതെങ്കിലും ഒരു അപകട സാധ്യതയെ കണ്ട് ബ്രേക്ക് ചെയ്യണമെന്ന് വിചാരിച്ച് തന്റെ കാൽ ബ്രേക്ക് പെഡലിൽ വെച്ച് ചവിട്ടാൻ തുടങ്ങുന്നതുവരെ വാഹനം ഓടിയ ദൂരമാണ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്, റിയാക്ഷൻ ഡിസ്റ്റൻസ്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്, ടോട്ടൽ ഡിസ്റ്റൻസ്. അതായത് ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു, പെട്ടെന്ന് മുന്നിൽ ഒരു അപകടം കണ്ടു, നമ്മുടെ ആക്സിലേറ്റർ കാലി ചവിട്ടിയ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. ആ കാലെടുത്ത് ബ്രേക്കിലേക്ക് ചവിട്ടാൻ തുടങ്ങുന്ന ആ സമയം വരെയുള്ള ദൂരമാണ് ഇതിനകത്ത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ റിയാക്ഷൻ ഡിസ്റ്റൻസ് എന്നാണ്. അതൊരു റിയാക്ഷൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ചെറിയ സെക്കൻഡുകളെ കാണത്തുള്ളൂ. നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് ബ്രേക്കിലേക്ക് ചവിട്ടുന്നു, അത്രയും സമയമുള്ളൂ. അതിനാണ് റിയാക്ഷൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നോക്കുക, ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ വാഹനം ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞ് വാഹനം നിൽക്കുന്നത് വരെയുള്ള ദൂരത്തിനാണ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഓർക്കാൻ പറ്റും. നമ്മൾ ബ്രേക്ക് ചവിട്ടി, റിയാക്ഷൻ ഡിസ്റ്റൻസ് കഴിഞ്ഞ് ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞ് വാഹനം നിൽക്കുന്നത് വരെയുള്ള ദൂരം. അത് വാഹനം നമ്മൾ ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കില്ല, കുറച്ച് ദൂരം ഫ്രണ്ടിലോട്ട് പോയേ നിൽക്കുള്ളൂ. ആ ദൂരമാണ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വാഹനം ഫുൾ ഓടിയ ദൂരത്തിനെയാണ് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും അതുപോലെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എടുക്കുന്ന ഡിസ്റ്റൻസ് ആണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് റിയാക്ഷൻ ഡിസ്റ്റൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പോസ് ചെയ്ത് നോക്കുക, ആൻസർ ചെയ്യുക, ചെയ്തിട്ട് ശരിയാണോ എന്ന് നോക്കുക. 54, വലതുവശത്തുകൂടി മാത്രമേ ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂവെങ്കിലും താഴെ പറയുന്ന സന്ദർഭങ്ങളിൽ
മാത്രം നമുക്ക് ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യാൻ അനുവാദമുണ്ട്. എപ്പോഴാണ്? അതായത് നമ്മൾ സാധാരണ ഓവർടേക്ക് ചെയ്യുന്ന സ്ഥലം വലുതാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം നമുക്ക് ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന സന്ദർഭം ഏതാണ്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഒത്തിരി വിശദീകരിച്ച് എഴുതിയിരിക്കുന്ന ഒരു സംഭവമായിരിക്കും അതിനകത്തെ ആൻസർ ആയിട്ട് കോമൺ ആയിട്ട് യൂഷ്വൽ ആയിട്ട് വരാറുള്ളത്. അപ്പൊ ഇതിനകത്ത് അങ്ങനെ വിശദീകരിച്ച് എഴുതിയിരിക്കുന്ന ആൻസർ ഒന്നാണ് എ. മുന്നിലെ വാഹനം വലത്തോട്ട് തിരിയുന്നതിന് ഇൻഡിക്കേറ്റർ ഇട്ട് റോഡിന്റെ മധ്യഭാഗത്ത് കാത്തു നിൽക്കുമ്പോൾ, അങ്ങനെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊരു പോസിബിലിറ്റി ആയിട്ട് അതൊന്ന് കണക്ക് കൂട്ട് നമ്മളൊന്ന് മനസ്സിലാകുന്ന ഉറപ്പിക്കുക. ബാക്കി ഭാഗങ്ങൾ എന്നിട്ടൊന്ന് വായിച്ചുകൊണ്ട് നോക്കുക. ബി ഉണ്ട് വളവുകളിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം അറിയാം. ആവശ്യമായ ദൂരത്തിൽ റോഡ് വ്യക്തമായി കാണാൻ സാധിക്കാത്ത സന്ദർഭങ്ങളിൽ ആ സമയത്തും നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് നമുക്കറിയാം. റോഡ് വ്യക്തമായി കണ്ടെങ്കിൽ മാത്രമേ ഓവർടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതും നമ്മൾ ഒഴിവാക്കി. അപ്പൊ നമ്മൾ 2 എണ്ണം ഒഴിവാക്കി. അടുത്തത് മൂന്നാമത്തെ, റോഡിന്റെ മധ്യത്തിലുള്ള ഇടവിട്ടുള്ള വെള്ള വരയോട് തുടർച്ചയായി മഞ്ഞ വരയുള്ള സ്ഥലത്ത്, അതും നമുക്ക് ഒഴിവാക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. മഞ്ഞ വരെയുള്ള സ്ഥലത്ത് തൊടാനോ മുറിച്ചു കിടക്കാനോ പാടില്ല, അത് കുറ്റകരമാണെന്ന് കണ്ടതാണ്. അപ്പൊ ആ ആൻസർ ഒഴിവാക്കി. അപ്പൊ അങ്ങനെ ആൻസറിൽ നിന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് എത്താം. അതാണ് ഇതിന്റെ ആൻസർ. ഒന്നാമത്തെയാണ് എ, 54 എ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്ന ആൻസറുകൾ ഉണ്ടെങ്കിൽ മാക്സിമം അത് ഒഴിവാക്കി നോക്കുക. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. അതുപോലെ തന്നെ ഈ സിഗ്നലിന്റെ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. അതിന്റെ ലിങ്ക് നമ്മൾ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൂടെ ഒന്ന് കണ്ടു നോക്കുക. അടുത്തത് 55ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സാങ്കേതിക തകരാറുള്ള വാഹനം മറ്റൊരു വാഹനം ഉപയോഗിച്ച് കെട്ടിവലിക്കുമ്പോൾ വാഹനങ്ങൾ തമ്മിൽ ഡാഷിൽ കൂടുതൽ അകലം ഉണ്ടാകരുത്. വാഹനങ്ങൾ കെട്ടിവലിക്കുമ്പോൾ ഉണ്ടാകേണ്ട അകലമാണ് 10 മീറ്റർ, 20 മീറ്റർ, 12 മീറ്റർ, 5 മീറ്റർ. ആൻസർ 5 മീറ്റർ ആണ്. 2 വാഹനങ്ങൾ തമ്മിൽ കെട്ടിവലിക്കുമ്പോൾ മുന്നിലുള്ള വാഹനവും പുറകിലുള്ള വാഹനവും തമ്മിൽ 5 മീറ്റർ അകലം ഉണ്ടായിരിക്കണം. പിന്നെ ബാക്കി ഇതിനകത്ത് 20ഉം 12ഉം ഒക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. 20ഉം 12ഉം മീറ്റർ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. അത്രയും ദൂരത്തിൽ നമുക്ക് കെട്ടിവലിച്ചുകൊണ്ട് പോകാൻ പോസിബിൾ അല്ല, ഒന്നാമത്തെ കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതായിരിക്കില്ല എന്ന് നമ്മുടെ മനസ്സിലുണ്ട്. പിന്നെ പോയിട്ട് 10 മീറ്റർ 5 മീറ്ററിലാണ് ഡൗട്ട് വരുന്നത്. 5 മീറ്റർ ആണ് കുറഞ്ഞ ദൂരമാണ് ശരിയായിട്ടുള്ള ആൻസർ. 5 മീറ്റർ ആണ്. അതുപോലെ തന്നെ ഈ വാഹനങ്ങൾ കെട്ടിവലിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവ തമ്മിലുള്ള അകലം 5 മീറ്റർ ആണെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് 24 കിലോമീറ്റർ ആണ്. 24 ആണ് വാഹനങ്ങൾ കെട്ടിവലിച്ചുകൊണ്ട് പോകുമ്പോൾ അത് പാലിക്കേണ്ട ഒരു സ്പീഡ് എന്ന് പരമാവധി വേഗത എന്ന് പറയുന്നത് 24 കിലോമീറ്റർ ആണ്. അപ്പൊ ആ കാര്യങ്ങളോട് ഓർത്തിരിക്കുക. ദൂരം 5 മീറ്റർ, അകലം 24 മീറ്റർ. അടുത്തതാണ്, ഓരോ തരം വാഹനത്തിനും വേഗതാ പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. പരമാവധി വേഗതയിൽ കൂടുതലായി ഡ്രൈവർ വാഹനം ഓടിക്കാൻ പാടില്ല. ഓവർ സ്പീഡ് പ്രതിപാദിപ്പിക്കുന്ന മോട്ടോർ വാഹന നിയമം ഏത്? ഓവർ സ്പീഡ് പ്രതിപാദിക്കുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. മോട്ടോർ വാഹന നിയമങ്ങൾക്കകത്ത് നമ്മൾ കണ്ടതാണ് കറക്റ്റായിട്ട്. സെക്ഷൻ 112 ഓവർ സ്പീഡ്, ഇതാണ് ആൻസർ. 113 എന്ന് പറയുന്നത് അമിത ഭാരമാണ്. 113 അമിത ഭാരം. സെക്ഷൻ 122 വാഹനം പാർക്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ്, അനധികൃതമായി പാർക്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ് 122. ഡി ഇതൊന്നുമല്ല. അപ്പൊ ഡി നമുക്ക് ആദ്യം തന്നെ ഒഴിവാക്കാം. ഒരു വകുപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ആൻസർ ഇതുപോലെ എന്തെങ്കിലും ഒരു സംഖ്യയായിട്ട് വരുന്ന സെക്ഷനായിട്ട് വരുന്ന സംഖ്യയായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ആൻസർ അതിനകത്ത് വരാൻ ഒട്ടും ചാൻസ് ഇല്ല. അപ്പൊ അത് ഒഴിവായി പോയി. പിന്നെ നമ്മൾ അന്ന് പറഞ്ഞ വകുപ്പുകൾ 7-8 നമ്മൾ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞില്ല, അത് മാത്രം പഠിച്ചാൽ മതി. അപ്പൊ അതിനകത്ത് നമ്മൾ 122 പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും 112ഉം 113 ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്കറിയാം. പിന്നെ പോയിട്ട് ഒരെണ്ണം ഉള്ളത് നമുക്ക് ഈസി ആയിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ആ വീഡിയോയും നമ്മൾ കണ്ട് അത് കൃത്യമായിട്ട് പഠിക്കുക. ഒരു 7-8 വകുപ്പിന്റെ കാര്യങ്ങൾ നമ്മളൊരു 16 വകുപ്പോളം പറഞ്ഞിട്ടുണ്ട്. അത് മാത്രം പഠിച്ചാൽ മതി. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വകുപ്പുകൾ അത്ര. അടുത്താണ് 57. ട്രാഫിക് സിഗ്നലോ സ്റ്റോപ്പ് സൈനോ ഉള്ള ജംഗ്ഷനുകളിൽ പെഡസ്ട്രിയൻ ക്രോസുകളിൽ വാഹനങ്ങൾ നിർത്തിയിടേണ്ട പരിധിയാണ് ഗീവ് വേ, സിക്സാക് ലൈൻ, ട്രാഫിക് ലൈൻ, സ്റ്റോപ്പ് ലൈൻ. അപ്പം ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലൈൻ ആണ്. നമ്മൾ സിഗ്നലിലോ അല്ലെങ്കിൽ ജംഗ്ഷനുകളിലൊക്കെ നിൽക്കുമ്പോൾ കാൽനട യാത്രക്കാർക്കും കടന്നു പോകാൻ വേണ്ടി നമ്മൾ വാഹനങ്ങൾ ഒരു ക്രോസിംഗ് വരച്ചിട്ടുണ്ട്. അതിന്റെ പുറകിലാണ് നിർത്തിയിടുന്നത്. ആ ലൈനിന് പറയുന്ന പേരാണ് സ്റ്റോപ്പ് ലൈൻ. അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. സ്റ്റോപ്പ് ലൈൻ, ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ 56 നമ്മൾ പറഞ്ഞ സാധനം എല്ലാ പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്ത് വരാൻ നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുന്നവർക്ക് അറിയാം. ഏതെങ്കിലും ക്വസ്റ്റിനകത്ത് ഈ 2 വകുപ്പുകൾ എപ്പോഴും മാറി മാറി ചോദിക്കാറുള്ള, അല്ലെങ്കിൽ ഇതിന്റെ കൂട്ടത്തിൽ വേറെ ഒന്നുകൂടെ ഉണ്ട് 185, അതും റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. അടുത്ത് നോക്കുക, ട്രാഫിക് സൈനുകളെ പ്രധാനമായും എത്രയായി തിരിച്ചിട്ടുണ്ട്? നമുക്ക് ഡൗട്ടിന്റെ പോലും ആവശ്യമില്ല. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ എടുത്തതാണ്. ട്രാഫിക് സിഗ്നലുകൾ എത്ര തരമുണ്ട്, അത് ഏതൊക്കെയാണ്? അതായത് 3 തിരിച്ചിരിക്കുന്നത് നമുക്കറിയാം. ഇൻഫോർമേറ്ററി ഉണ്ട്, മാൻഡേറ്ററി ഉണ്ട്, കോഷണറി ഉണ്ട്.
അതെന്തൊക്കെയാണെന്ന് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലിങ്ക് നമ്മൾ എൻഡ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി ആ വീഡിയോ കണ്ടു നോക്കുക. ഇൻഫർമേറ്ററി എന്ന് പറഞ്ഞാൽ ഡ്രൈവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന രീതിയിലുള്ളത്, കോഷണറി എന്ന് പറയുന്ന ഒരു മുന്നറിയിപ്പ് നൽകുന്നത്, മാൻഡേറ്ററി എന്ന് പറഞ്ഞാൽ നിർബന്ധമായും പാലിക്കേണ്ടത്. അങ്ങനെ 3 തരത്തിലുള്ള സിഗ്നലുകളുണ്ട്. അതെങ്ങനെയൊക്കെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്, അതിന്റെ എക്സാമ്പിൾ എല്ലാം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കുക. അടുത്ത 59, ഈ ഒരു ചിഹ്നം, ഇതൊരു മാൻഡേറ്ററി ചിഹ്നമാണ്. നമുക്കറിയാം മാൻഡേറ്ററി ചിഹ്നം എന്ന് പറഞ്ഞാൽ വൃത്തത്തിനുള്ളിൽ കാണപ്പെടുന്ന മാൻഡേറ്ററി ചിഹ്നമാണ്. അപ്പൊ ഈ ഒരു ചിഹ്നം സൂചിപ്പിക്കുന്നത് എന്തിനെയാണെന്നുള്ളതാണ് ചോദ്യം. ഉയരപരിധി, ഭാരപരിധി, വീതി പരിധി, നീളപരിധി. അപ്പൊ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, മുകളിൽ നിന്നും താഴെ നിന്നും ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഉയരത്തിനെ ആയിരിക്കും സൂചിപ്പിക്കുന്നത്. 3.5 മീറ്ററിൽ കൂടുതൽ, 3.5 മീറ്റർ ആണ് ഉയരപരിധി. അതിൽ കൂടുതൽ ഉയരമുള്ള വാഹനങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്നതാണ് ഈ ഒരു സിഗ്നൽ. 59A ഉയരപരിധിയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കി പോസ് ചെയ്തിട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആൻസർ ശ്രദ്ധിക്കുക. അമിത വേഗതയിൽ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ എത്ര തിരിച്ചാലും വാഹനം അതിനനുസരിച്ച് വാഹനം തിരിയാതെ ദിശ മാറിപ്പോകുന്ന അവസ്ഥയാണ്. അതിന് പറയുന്നതാണ് ഓവർ സ്റ്റിയറിംഗ്, അണ്ടർ സ്റ്റിയറിംഗ്, റോൾ ഓവർ, ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. റോൾ ഓവർ ഒരിക്കലും വരില്ല എന്ന് നമുക്കറിയാം. റോൾ ഓവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനം സൈഡിലേക്ക് തെന്നി മാറുകയോ തലകീഴായി മറിയുകയോ ചെയ്യുന്നതിന് പറയുന്നതാണ് റോൾ ഓവർ എന്ന് പറയുന്നത്. നമ്മൾ സ്കിഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മറിയത്തില്ലേ, അതിനൊക്കെ പറയുന്നതാണ് റോൾ ഓവർ എന്ന് പറയുന്നത്. ABS എന്താണെന്ന് നമുക്കറിയാം, ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ആണ്. അപ്പൊ അത് സ്റ്റിയറിംഗുമായിട്ട് ബന്ധമുള്ള സംഭവമല്ല. അപ്പൊ അതും നമ്മൾ ഒഴിവാക്കി. പിന്നെ പോട്ടെ ഓവർ സ്റ്റിയറിംഗ്, അണ്ടർ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത് അണ്ടർ സ്റ്റിയറിംഗ് ആണ്. നമ്മൾ വാഹനം തിരിക്കുമ്പോൾ അതനുസരിച്ച് സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ അതനുസരിച്ച് വാഹനം തിരിയാതെ വരുന്നതിനെയാണ് നമ്മൾ അണ്ടർ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. ഓവർ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശകലം കുറച്ച് സ്റ്റിയറിംഗ് തിരിച്ചെങ്കിൽ പോലും അത് കൂടുതൽ വണ്ടി തിരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഓവർ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. അപ്പം അത് ഓർത്തിരിക്കുക. അണ്ടർ സ്റ്റിയറിംഗ് ആണ് ആൻസർ. അതങ്ങനെ തന്നെ ഓർത്ത് വെച്ച് പഠിക്കുക. മിക്ക ക്വസ്റ്റ്യനും എക്സാമുകൾക്കും ചോദിക്കുന്നതാണ്. അടുത്ത 61, മോട്ടോർ വാഹന നിയമം 1988 വകുപ്പ് 185 എന്തിനാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? നമുക്കറിയാം മോട്ടോർ വാഹന നിയമം പാസ്സാക്കിയിരിക്കുന്നത് 1988 നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 50 എന്ന് പറഞ്ഞിരുന്നു. 50 എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യം, നമ്മൾ റോഡ് ആക്ട് ആയിട്ടാണ് പാസ്സാക്കിയത് 50കളിൽ. 1950 നമുക്ക് നിയമമുണ്ട്. ഇന്ന് കാണുന്ന മോട്ടോർ വാഹന നിയമം എന്ന് പറയുന്നത് പാസ്സാക്കിയിരിക്കുന്നത് 1988. 50 ഉണ്ടായിരുന്നത് റോഡ് നിയമങ്ങളാണ്. റോഡ് ആക്ട് എന്നാണ് പറയുന്നത്. അതാണ് നമ്മുടെ സ്വാതന്ത്ര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആ നിയമത്തിനാണ് റോഡ് ആക്ട് നിയമം എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് 1988 വകുപ്പ് മോട്ടോർ വാഹന നിയമമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിനകത്ത് 185 എന്തിനാണ് പറയുന്നത്? അത് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു. നമ്മൾ 112, 113 പറഞ്ഞു. അമിത വേഗത, അമിത ഭാരം, അത് രണ്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അത് രണ്ടുമല്ല ആൻസർ. നമുക്കിതിനകത്ത് ആൻസർ എന്ന് പറയുന്നത് മദ്യപിച്ച് വാഹനം ഓടിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ കുറച്ചു മുമ്പേ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് നമ്മൾ 180 കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പം നമ്മളത് ഓർത്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വകുപ്പുകളേ ഉള്ളൂ. നമുക്കറിയാവുന്ന 112, 113 നമുക്കറിയാമെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് 185 എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. മദ്യപിച്ച് വാഹനം ഓടിക്കുക എന്നുള്ളതാണെന്ന്. അപ്പോൾ ആ സിഗ്നലുകളുടെ ക്ലാസ് ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കി ഓർത്തിരിക്കുക. അടുത്തതാണ് 62. 50 വയസ്സ് കഴിഞ്ഞ ആളിന് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നത് എത്ര വർഷത്തേക്കാണ്? 50 വയസ്സ് കഴിഞ്ഞ ആളിന് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നത് 5 വർഷത്തേക്കാണ്. നമ്മൾ ആദ്യം ലൈസൻസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 20 വർഷത്തേക്കാണ്. 20 വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പക്കാരൊക്കെ എടുക്കുമ്പോഴാണ് 20 വർഷത്തേക്ക്. 20 വയസ്സ് ആദ്യമൊക്കെ എടുക്കുമ്പോഴാണ് 20 വർഷത്തേക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ അതിന്റെ നിയമം എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒന്നെങ്കിൽ 50 വയസ്സാകുന്നത് വരെയോ അല്ലെങ്കിൽ 20 വർഷം, അതിലേതാണ് ചെറുത് അതാണ് കിട്ടുന്നത്. ഇപ്പം നമ്മൾ 20 വയസ്സിലൊക്കെ ലൈസൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 40 വയസ്സാകുമ്പോൾ 20 വർഷം എന്ന് പറഞ്ഞാൽ 40 വയസ്സേ ആകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് 20 വർഷം ഗ്യാപ്പ് ഇട്ട് കിട്ടുന്നത്. നമ്മളൊരു 40ാമത്തെ വയസ്സിൽ ലൈസൻസ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് 10 വർഷത്തേനെ കിട്ടുള്ളൂ. 50 വയസ്സിൽ വരെയുള്ളതേ കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഓരോ 5 വർഷം കൂടുമ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കണം. ഇതാണ് ഇതിന്റെ ആൻസർ. 50 വയസ്സ് കഴിഞ്ഞ ആളിന് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നത് 5 വർഷത്തേക്കാണ്. അടുത്ത ചിഹ്നം നോക്കുക. ഇതൊരു കോഷണറി ചിഹ്നമാണ്. നമുക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്ന ചിഹ്നമാണ്. റോഡിൽ ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് എന്താണ്? ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഒരു റോഡ് പോകുന്നു, അതിന്റെ ഇടതുവശത്തേക്ക് ഒരു റോഡ് പോകുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. വലതുവശത്തേക്കുള്ള റോഡ് എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇടതുവശത്തേക്കുള്ള റോഡ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. മുന്നിൽ മെയിൻ റോഡ് എന്ന് പറഞ്ഞ് കിടക്കുന്നതല്ല. മുന്നിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു വലിയ വീതി കൂടിയ
റോഡ് കണ്ടേനെ. അതാണ് മുന്നിൽ മെയിൻ റോഡ് എന്നുള്ളത് പറഞ്ഞു കിടക്കുന്നത്. നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റും. ടി ജംഗ്ഷൻ ആണല്ലോ ഇതുപോലെ തന്നെയാണ്. പക്ഷേ ഈ മെയിൻ റോഡ് എന്നുള്ളതിന് ഇച്ചിരി വീതി കൂടുതലായിരിക്കും. ടി ജംഗ്ഷൻ ആണെങ്കിൽ ടി പോലെ തന്നെ വരച്ചിരിക്കും. അപ്പൊ അതുമല്ല. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ ആൻസർ ഒഴിവാക്കി കറക്റ്റ് നമുക്ക് ആൻസർ കിട്ടും. ഇടത് സൈഡ് റോഡ് എന്നുള്ളതാണ്, ഇടത്തേക്ക് റോഡ് എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. അപ്പൊ ആ കാര്യങ്ങളൂടെ ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ട്രാഫിക് സിഗ്നൽ ലൈറ്റുകളിൽ പച്ച ലൈറ്റുകൾ പ്രകാശിച്ചാൽ എന്ത് ചെയ്യണം? പച്ച കത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചുവപ്പാണെങ്കിൽ വാഹനം നിർത്തണം, പച്ചയാണെങ്കിൽ വാഹനം മുന്നോട്ട് പോകണം. വാഹനം പുറകോട്ട് പോകാൻ പറ്റുന്ന പ്രത്യേക സിഗ്നൽ ഒന്നുമല്ല, ഇതൊന്നും അല്ല എന്ന് പറഞ്ഞത് അതിനകത്ത് ആൻസർ അല്ല. ഇതൊക്കെ നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് തന്നെ എഴുതാൻ പറ്റുന്ന ആൻസർ ആണ്. ക്വസ്റ്റ്യൻ വായിക്കുക, ശ്രദ്ധിച്ച് വായിക്കുക, അത് കഴിഞ്ഞ് നമുക്ക് എഴുതാം. നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ചുവപ്പ് കണ്ടാൽ നിർത്തും, പച്ച കണ്ടാൽ മുന്നോട്ട് പോകും. അപ്പൊ അതിനകത്ത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇതിന്റെയൊക്കെ നമ്മൾ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അടുത്ത നോക്കുക. ഒരു റോഡിൽ ക്രമമായും സുരക്ഷിതമായും വാഹനം ഓടിക്കുവാൻ സാധിക്കുന്ന പരമാവധി വേഗതയാണ് ഈ റോഡിന്റെ ഡിസൈൻ സ്പീഡ് എന്നുള്ളതാണ് ആൻസർ. ഒരു റോഡിൽ ക്രമമായും സുരക്ഷിതമായും വാഹനം ഓടിക്കാൻ സാധിക്കുന്ന പരമാവധി വേഗതയാണ് ഈ റോഡിന്റെ ഡിസൈൻ സ്പീഡ്. അതായത് ആ റോഡ് പണിയുമ്പോൾ നമുക്കൊരു ഇത്ര സ്പീഡിൽ വണ്ടി ഓടിക്കാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് ആ റോഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനാണ് ഡിസൈൻ സ്പീഡ് എന്ന് പറയുന്നത്. ഓവർ സ്പീഡ് എന്ന് പറഞ്ഞാൽ അതല്ല, നമ്മൾ അനുവദിച്ചിരിക്കുന്നതിലും വേഗത്തിൽ വാഹനം ഓടിക്കുന്നതിനാണ് ഓവർ സ്പീഡ് എന്ന് പറയുന്നത്. അണ്ടർ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പരിധിയിൽ താത്ത് ഓടിക്കുന്നതിനാണ് അണ്ടർ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പം ഡിസൈൻ സ്പീഡ് ആണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത് നോക്കുക. സാധാരണയായി ഒരു എഞ്ചിനിലെ ഇൻലെറ്റ് വാൽവുകൾ എക്സോസ്റ്റ് വാൽവുകളെ അപേക്ഷിച്ച് എ വലുതായിരിക്കും, ബി ചെറുതായിരിക്കും, സി ഒരുപോലെ ആയിരിക്കും, ഡി എക്സോസ്റ്റ് വാൽവുകളുടെ വലുപ്പത്തിലായി യാതൊരു ബന്ധവുമില്ല. ഇത് എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ്. ഇതിന്റെ ക്ലാസ് നമ്മൾ എടുക്കാം, ഉടൻ തന്നെ എഞ്ചിന്റെ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എ വലുതായിരിക്കും എന്നാണ്. ഇൻലെറ്റ് വാൽവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഞ്ചിനകത്തേക്ക് വായുവിനെ എടുക്കുന്നതാണ് ഇൻലെറ്റ് വാൽവ് എന്ന് പറയുന്നത്. എക്സോസ്റ്റ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പുറന്തള്ളുന്നതിനാണ് എക്സോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം പുറത്തു തള്ളുന്ന വായുവിനെ കഴിഞ്ഞും പവറിൽ കൂടുതൽ എടുത്താലും നമുക്ക് പെട്ടെന്ന് പവർ ജനറേറ്റ് ചെയ്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് വലുതായിരിക്കും എന്ന് പറയുന്നത്. ടൈംസ് ആണ്, നമുക്ക് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതൊക്കെ ടെക്നിക്കലായിട്ട് പഠിച്ചവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് PSCക്ക് ഉപകാരമാകുന്ന രീതിയിൽ നമുക്ക് ആ ക്ലാസ് നമുക്ക് അടുത്ത ദിവസം തന്നെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. അടുത്ത നോക്കുക. 67. ഒരു 4 സ്ട്രോക്ക് എഞ്ചിനിലുള്ള ക്യാം ഷാഫ്റ്റ് കറങ്ങുന്നതിന് ക്രാങ്ക് ഷാഫ്റ്റിന്റെ എത്ര ഇരട്ടി വേഗതയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 സ്ട്രോക്ക് എഞ്ചിനാണ്. ക്യാം ഷാഫ്റ്റ് കറങ്ങുന്നത് ക്രാങ്ക് ഷാഫ്റ്റിന്റെ എത്ര ഇരട്ടി വേഗതയിലാണ്? ക്രാങ്ക് ഷാഫ്റ്റിന്റെ പ്രവർത്തനമാണ് വാഹനത്തിന്റെ ചക്രങ്ങൾ കറക്കുന്ന ക്രാങ്ക് ഷാഫ്റ്റിന്റെ പ്രവർത്തനമാണ്. അപ്പം ആ 4 സ്ട്രോക്ക് എഞ്ചിന്റെ ക്യാം ഷാഫ്റ്റ് കറങ്ങുന്നത് എത്ര വേഗതയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് പകുതി വേഗതയിലാണ്. ക്രാങ്ക് ഷാഫ്റ്റിന്റെ പകുതി വേഗതയിലാണ് കറങ്ങുന്നത്. അപ്പൊ അത് ഓർത്ത് വെക്കുക. അടുത്തത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ആൻസർ കേൾക്കുക, പോസ് ചെയ്ത് വെച്ചിട്ട്. 68. താഴെ പറയുന്നതിൽ ഏത് ഉപയോഗിച്ചാണ് സിലിണ്ടർ ഹെഡിലെ കരി കളയുന്നത്? സിലിണ്ടർ ഹെഡിലെ കരി കളയുന്നത് സ്ക്രേപ്പർ എന്ന് പറഞ്ഞ സംഭവം ഉപയോഗിച്ചിട്ടാണ് എഞ്ചിൻ സിലിണ്ടർ ഹെഡിലെ കരി കളയുന്നത്. സോപ്പോ വെള്ളം ഉപയോഗിച്ച് നമ്മൾ ഏതെങ്കിലും എഞ്ചിൻ ഹെഡിലെ കരി കളയാൻ പോകുന്നില്ല. മെക്കാനിക്കലായിട്ടുള്ള ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ്. സ്ക്രേപ്പറാണ് അതിന്റെ ആൻസർ. അടുത്ത, സിലിണ്ടറിലെ TDC മുതൽ BDC വരെയുള്ള ദൂരമാണ് ബോറ്, സ്ട്രോക്ക്, സിലിണ്ടർ വോളിയം, എഞ്ചിൻ കപ്പാസിറ്റി. എഞ്ചിൻ കപ്പാസിറ്റി അല്ലെന്നുള്ളത് നമുക്കറിയാം, സിലിണ്ടർ വോളിയം അല്ല. ആൻസർ സ്ട്രോക്ക് ആണ്. ബോർ എന്ന് പറഞ്ഞാൽ സിലിണ്ടർ ഹെഡിന്റെ വ്യാസത്തിനാണ് ബോർ എന്ന് പറയുന്നത്. അപ്പം സിലിണ്ടറിലെ TDC മുതൽ BDC വരെയുള്ള ഒരു സ്ട്രോക്ക് എടുക്കുമ്പോൾ മുകളിൽ നിന്ന് താഴെ വരെ നമ്മൾ പിസ്റ്റൺ ചലിക്കുന്നതിന് ആ ഒരു ദൂരമാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏത് എക്സാം എടുത്താലും അതിനകത്ത് ഇതുപോലൊരു ഫയറിംഗ് ഓർഡർ ചോദിക്കാറുണ്ട്. ഫയറിംഗ് ഓർഡർ, അതായത് സാധാരണയായി ഒരു 4 സിലിണ്ടർ എഞ്ചിനിലെ ഫയറിംഗ് ഓർഡർ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് പ്രത്യേകിച്ച് അതിന് പറയാൻ വേണ്ടി ഓർത്തിരിക്കാൻ വേണ്ടി കാര്യങ്ങളൊന്നുമില്ല. നമ്മളത് കാണാതെ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് അതിനകത്തെ പോകാൻ വഴി. അപ്പൊ അതിനകത്തെ ആൻസർ ഇതാണ്. 70ന്റെ C 1342 1342 എന്നുള്ളതാണ് അതിന്റെ ആൻസർ. അതായത് 4 സിലിണ്ടർ എഞ്ചിനിലാണെങ്കിൽ 4 സംഭവങ്ങൾ ഉണ്ടാകും. 4 പ്രാവശ്യം ഫയറിംഗ് ഓർഡറിൽ 4 പ്രാവശ്യം പിസ്റ്റൺ വന്നിരിക്കും. അപ്പൊ ആ 4 പ്രാവശ്യത്തിനുള്ളതാണ് 1, 3, 4, 2 എന്ന ഓർഡറിലായിരിക്കും
അതിന്റെ ഫയറിംഗ് ഓർഡർ നടക്കുന്നത്. ആദ്യം ഒന്നാമത്തെ പിസ്റ്റൺ അടിക്കും, പിന്നെ നാലാമത്തെ, പിന്നെ മൂന്നാമത്തെ, പിന്നെ നാലാമത്തെ, പിന്നെ രണ്ടാമത്തെ, അവസാനമായിട്ടായിരിക്കും രണ്ടാമത്തെ. അപ്പൊ അതാണ് 4 സിലിണ്ടർ എഞ്ചിനിലെ ഫയറിംഗ് ഓർഡർ എന്ന് പറയുന്നത് 1, 3, 4, 2 ആയിരിക്കും. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള രണ്ട് സംഭവം കൂടെ ഉണ്ട്. 3 സിലിണ്ടർ എഞ്ചിന്റെ ചോദിക്കാനുണ്ട്. 4 സിലിണ്ടർ എഞ്ചിൻ എന്ന് പറയാൻ നമുക്ക് സാധാരണ ഇപ്പോൾ ഉപയോഗിക്കുന്ന കാറുകളൊക്കെ 4 സിലിണ്ടർ എഞ്ചിനാണ്, കാറുകൾ, LMV വെഹിക്കിൾസ് ഒക്കെ. നേരത്തെ 3 സിലിണ്ടർ എഞ്ചിനായിരുന്നു കാറുകളിലൊക്കെ ഉപയോഗിച്ചിരുന്നത്. മാരുതി 800-ലൊക്കെ 3 സിലിണ്ടർ എഞ്ചിനാണ്. അംബാസഡർ കാറിലൊക്കെ 4 സിലിണ്ടർ ആയിരുന്നു. മാരുതി കാറുകളിൽ 3 സിലിണ്ടർ എഞ്ചിനായിരുന്നു. 3 സിലിണ്ടർ എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ ആണ് 1, 3, 2. ഇതാണ് 3 സിലിണ്ടർ എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ. ഇത് നമ്മളൊന്ന് ഓർത്ത് വെക്കുക. 1, 3, 2 എന്നുള്ളതാണ് 3 സിലിണ്ടർ എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ. അപ്പം 4 സിലിണ്ടറിന്റെ ചോദിച്ചാൽ ഇത് എഴുതുക, നമ്മൾ പറഞ്ഞ കാര്യം. 3 സിലിണ്ടറിന്റെ ചോദിച്ചാൽ 1, 3, 2 എന്ന് എഴുതുക. അതുപോലെ തന്നെ ഹെവി വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന 6 സിലിണ്ടർ ആണ്. അതായത് നമ്മുടെ ലോറിയിലൊക്കെ ഉപയോഗിക്കുന്ന 6 സിലിണ്ടർ ആണ്. അപ്പൊ 6 കാണും. അപ്പൊ അതും ഓർത്തു വെക്കുക. അതിന്റെയും ഫയറിംഗ് ഓർഡർ ഉണ്ട്. ആദ്യത്തേത് 1, 5, 3, 1, 5, 3, പിന്നെ 6, പിന്നെ 2, പിന്നെ 4. ഇതാണ് 6 സിലിണ്ടർ. നമ്മുടെ ഹെവി വാഹനങ്ങൾ, ബസ്സിലും ലോറിയിലും ഒക്കെ ഉള്ള എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ ആണ് 1, 5, 3, 6, 2, 4. അപ്പോൾ ഞാൻ ഓർത്തിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതിന്റെ ഒറ്റ സംഖ്യകളാണ് ഏറ്റവും ആദ്യം വരുന്നത്. ആദ്യം നമുക്ക് തുടങ്ങുന്ന എപ്പോഴും ആദ്യത്തെ സിലിണ്ടർ ആയിരിക്കും, ഒന്നാമത്തെ സിലിണ്ടർ ആയിരിക്കും എപ്പോഴും തുടങ്ങുന്നത്. അപ്പോൾ 1, പിന്നത്തെ അവസാനത്തിലേക്ക് പോകും, അവസാനത്തെ ഒറ്റ സംഖ്യയിലേക്ക് പോകും. 1, 5, പിന്നെ സെന്ററിലുള്ള ഒറ്റ സംഖ്യ 1, 5, 3. അത് തീർന്നു കഴിഞ്ഞിട്ടേ നമ്മുടെ ഇരട്ട സംഖ്യയിലേക്ക് പോകത്തുള്ളൂ. ഇപ്പൊ നമുക്ക് ഇതിവിടെ ശ്രദ്ധിച്ചാലും അറിയാം, ആദ്യം 1 തുടങ്ങി, പിന്നെ അവസാനത്തെ തുടങ്ങി. സെന്ററിൽ ഇല്ലാത്തതുകൊണ്ട് സെന്ററിൽ എഴുതിയില്ല. പിന്നെ നമുക്ക് തിരിച്ചു വരുന്നതെന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യ തുടങ്ങുന്ന അമങ്ങ സൈഡിൽ നിന്നായിരിക്കും, അവസാനത്തിൽ നിന്നായിരിക്കും തുടങ്ങുന്നത് 6. പിന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകും, ആദ്യത്തെ ഇരട്ട സംഖ്യയിലേക്ക് പോകും 2, പിന്നെ സെന്ററിലെ 4. അതായിരിക്കും അതിന്റെ ഓർഡർ 1, 5, 3. ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നു ഇട സൈഡിൽ, പിന്നെ വല സൈഡിലേക്ക് പോകുന്നു, പിന്നെ സെന്ററിലേക്ക് വരുന്നു. പിന്നെ ഇരട്ട സംഖ്യകൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് വല സൈഡിൽ നിന്ന് തുടങ്ങുന്നു, ഇട സൈഡിലേക്ക് വരുന്നു, പിന്നെ സെന്ററിലേക്ക് പോകുന്നു. അപ്പൊ ഇതാണ് 6 സിലിണ്ടർ വണ്ടിയുടെ ഫയറിംഗ് ഓർഡർ. അപ്പൊ അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ച് പഠിക്കുക. ഈ 3 കാര്യങ്ങൾ കാണാതെ തന്നെ പഠിച്ചു വെക്കണം. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഓർത്തിരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 71. വാഹനം മുന്നോട്ട് ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന വായുവിന്റെ പ്രതിരോധം എന്തിനെ ആശ്രയിച്ചിരിക്കും? കാറ്റിന്റെ വേഗത, വാഹനത്തിന്റെ രൂപവും വലുപ്പവും, വാഹനത്തിന്റെ വേഗത, മുകളിൽ പറഞ്ഞതെല്ലാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ടും 90% അതിന്റെ ആൻസർ ഈ 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും എന്റെ ആൻസർ. ഇവിടെ ആൻസർ ഇത് തന്നെയാണ്, മുകളിൽ പറഞ്ഞതെല്ലാം. ഒരു വാഹനം മുന്നോട്ട് ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന വായുവിന്റെ പ്രതിരോധം എന്തിനെ ആശ്രയിച്ചിരിക്കും? നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. കാറ്റിന്റെ വേഗത ഉണ്ടെങ്കിൽ, വാഹനം നല്ല കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ വാഹനം എടുക്കുമ്പോൾ സാധാരണ നമ്മൾ സെക്കൻഡിലിട്ട് എടുക്കാൻ പറ്റിയ ഒരു നല്ല കാറ്റെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ വണ്ടി നമ്മൾ ആ എടുക്കുന്ന പവർ ചിലപ്പോൾ എടുത്തൊന്നും വരത്തില്ല, നല്ല പവറൊക്കെ കുറഞ്ഞ വണ്ടിയാണെങ്കിൽ. അതുപോലെ തന്നെ വാഹനത്തിന്റെ രൂപവും വലിപ്പവും, വലിയ വാഹനങ്ങളും അതിന്റെ വലിപ്പം, നമ്മൾ എയറോ ഡൈനാമിക്സ് ഡിസൈൻ എന്നൊക്കെ പറയുന്നില്ല പുതിയ കാറൊക്കെ ഇറങ്ങുമ്പോൾ, അപ്പൊ അതിന്റെ കാറ്റിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാനുള്ള ഡിസൈനാണ് അങ്ങനെ പറയുന്നത്. അതുണ്ട്. പിന്നെ വാഹനത്തിന്റെ വേഗത, നല്ല വേഗത്തിൽ വരുവാണെങ്കിൽ നമുക്ക് കാറ്റിനെ പ്രതിരോധിച്ച്, കാറ്റിന്റെ ഇരട്ടി വേഗത ഉണ്ടെങ്കിൽ നമുക്ക് അതിന് മുന്നിൽ പോകാം. അപ്പൊ മുന്നോട്ട് ചലിക്കുമ്പോൾ വായുവിന്റെ പ്രതിരോധം എന്ന് പറയുന്നത് ഈ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും ആശ്രയിച്ചിരിക്കും. അപ്പൊ ഇതായിരിക്കും എന്റെ ആൻസർ. അടുത്തത്, എയർ കൂൾഡ് എഞ്ചിനുകളിൽ കൂളിംഗ് നടക്കുന്നത് ഏതുവഴിയാണ്? റേഡിയേറ്റർ, തെർമോസ്റ്റാറ്റിക് വാൽവ്, കൂളിംഗ് ഫിൻസ്, റേഡിയേറ്റർ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് കൂളിംഗ് ഫിൻസ് ആണ്. എയർ കൂൾഡ് എഞ്ചിനുകളിൽ കൂളിംഗ് നടക്കുന്നത് കൂളിംഗ് ഫിൻസ് വഴിയാണ്. റേഡിയേറ്റർ എന്ന് പറയുന്നത് എഞ്ചിനെ തണുപ്പിക്കുന്ന ഭാഗമാണ്. തെർമോസ്റ്റാറ്റ് വാൽവും റേഡിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ്. റേഡിയേറ്റർ ഇൻട്രസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ റേഡിയേറ്റർ അല്ല ആൻസർ കൂളിംഗ് ഫിൻസ് ആണ്. അടുത്തത് നോക്കാം. 73. എഞ്ചിനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചൂടുള്ള ജലത്തിനെ തണുപ്പിക്കുന്ന എവിടെ വെച്ചാണ് നടക്കുന്നത് എന്നുള്ളതാണ്. റിസർവോയർ, റേഡിയേറ്റർ, മാസ്റ്റർ സിലിണ്ടർ, വാട്ടർ പമ്പ്. 73ന്റെ ആൻസർ ബി ആണ്. റേഡിയേറ്ററിലാണ്. റേഡിയേറ്റർ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാന്ന് പറയത്തില്ല, അപ്പൊ ജലമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏകദേശം നടക്കുന്നത് റേഡിയേറ്ററിലായിരിക്കും. എഞ്ചിനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചൂടുള്ള ജലത്തിനെ തണുപ്പിക്കാൻ റേഡിയേറ്ററിൽ വെച്ചാണ് നടക്കുന്നത്. മാസ്റ്റർ സിലിണ്ടർ എന്ന് പറയുന്നത് നമ്മുടെ എയർ ബ്രേക്ക് സംവിധാനമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തത് 74.
വാഹനത്തിലെ എഞ്ചിൻ പ്രവർത്തിപ്പിച്ചുകൊണ്ട് വാഹനം നിർത്തിയിടുന്ന അവസരത്തിലും ഉയർന്ന ലോഡിൽ ചെറിയ സ്പീഡിൽ സഞ്ചരിക്കുമ്പോഴും റേഡിയേറ്റർ കൂടിയുള്ള വായുപ്രവാഹം കൂട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമുക്കറിയാം റേഡിയേറ്റർ ഫാനാണ് ഇതിന്റെ ആൻസർ. വാഹനത്തിലെ എഞ്ചിൻ പ്രവർത്തിച്ചുകൊണ്ട് വാഹനം നിർത്തിയിടുന്ന അവസരത്തിലും ഉയർന്ന ലോഡിലും ചെറിയ സ്പീഡിൽ സഞ്ചരിക്കുമ്പോഴും നമ്മുടെ എഞ്ചിൻ പെട്ടെന്ന് ചൂടാകും. അപ്പം നമുക്കറിയാം നമ്മൾ കാറൊക്കെ കൊണ്ട് നിർത്തിയിട്ടിട്ട് നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ മാറി നിൽക്കുമ്പോഴത്തേന് വണ്ടി ഓടുന്നില്ല, അതിനകത്തേക്ക് കാറ്റ് കയറുന്നില്ല, അപ്പൊ തന്നെ ഫാൻ ആവണമെന്നൊരു സൗണ്ട് കേൾക്കാം. അതാണ് സംഭവം, റേഡിയേറ്റർ ഫാൻ കറങ്ങുന്നത്, റേഡിയേറ്റർ ഫാൻ. അടുത്തത് 75. എഞ്ചിനെ വർക്കിംഗ് ടെമ്പറേച്ചറിൽ എത്തിക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ്. അത് നമ്മൾ ടെക്നിക്കലായിട്ട് പഠിക്കേണ്ട ടൈമാണ്. നമ്മൾ എഞ്ചിന്റെ ക്ലാസ് എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. അതിന്റെ ആൻസർ തെർമോസ്റ്റാറ്റ് വാൽവ് എന്നുള്ളതാണ് അതിന്റെ ആൻസർ. പ്രഷർ ക്യാപ്പ്, ടെമ്പറേച്ചർ ഗേജ്, റേഡിയേറ്റർ ഫാന്, തെർമോസ്റ്റാറ്റ് വാൽവ്. ആൻസർ തെർമോസ്റ്റാറ്റ് വാൽവ് ആണ്. ടെമ്പറേച്ചർ ഗേജ് എന്ന് കൂട്ടി പറയുന്നതല്ല, നമ്മുടെ ഒരു മീറ്റർ ആണ്. അപ്പം ടെമ്പറേച്ചർ ഗേജ് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ടെമ്പറേച്ചർ നോക്കുന്ന ആ മീറ്ററിനാണ് ടെമ്പറേച്ചർ ഗേജ് എന്ന് പറയുന്നത്. റേഡിയേറ്റർ ഫാൻ അല്ലെന്നുള്ള നമുക്ക് മനസ്സിലായി, നമുക്കിപ്പം മനസ്സിലായി. കുറച്ച് മുമ്പത്തെ ആൻസർ നമ്മൾ കണ്ടതാണ്. പിന്നെ പ്രഷർ ഗ്യാപ്പും തെർമോസ്റ്റാറ്റ് വാൽവും ആണ് നമുക്ക് ഡൗട്ട് ആയിട്ട് വരുന്നത്. പ്രഷർ ഗ്യാപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറയാം നമ്മുടെ എയർ ബ്രേക്കുമായിട്ട് ആയിട്ട് ബന്ധപ്പെട്ട ഭാഗമാണ്. ഇപ്പം തെർമോസ്റ്റാറ്റ് വാൽവാണ് ഇതിനകത്തെ ആൻസർ. അടുത്ത 76. വാഹനത്തിലെ ലൂബ്രിക്കേഷൻ ഓയിലുകളുടെ വിസ്കോസിറ്റി റേറ്റിംഗ് എങ്ങനെയാണ് കണക്കാക്കുന്നതാണ്. വിസ്കോസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ വാഹനത്തിലെ ഓയിലിന്റെ, നമ്മൾ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓയിൽ ചെക്ക് ചെയ്യുമ്പോൾ കയ്യിൽ ഇങ്ങനെ എടുത്ത് നോക്കില്ല. അപ്പൊ അതിന്റെ ആ ഒരു നമ്മളതിന്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റി നമ്മൾ നോക്കുന്ന ആ സംഭവത്തിനാണ് വിസ്കോസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഓയിലുകളുടെ ഏത് റേറ്റിംഗ് ആണ് കണക്കാക്കുന്നത് എന്നുള്ളതാണ്. SAE എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് SAE. ഇത് നമ്മൾ കാണാതെ തന്നെ പഠിക്കണം. ഇതൊരു എഞ്ചിനീയറിന്റെ, ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സിന്റെ അസോസിയേഷൻ ആണ്. അപ്പൊ അവര് പറയുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ ഇത് കണക്കാക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് SAE എന്ന് പറയുന്നത്. ഇതിൽ ബാക്കി കുറച്ച് ഡിജിറ്റും കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ അത് അങ്ങനെ ചോദിച്ച് കാണാറില്ല, അത് കറക്റ്റായിട്ട് ചോദിക്കാറില്ല. നമുക്ക് ഇതാണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്, SAE. നമ്മളപ്പോൾ അത് ഓർത്ത് വെച്ച് പഠിക്കുക. അടുത്താണ് എൻജിൻ ഓയിൽ ഫിൽട്ടറായി കൂടുതലായി ഏത് ടൈപ്പാണ് ഉപയോഗിക്കുന്നത്. അത് കാർട്രിഡ്ജ് ടൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്ന എയർ ഫിൽട്ടർ, ഓയിൽ ഫിൽട്ടർ. ഓയിൽ ഫിൽട്ടർ ഏതാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. കാർട്രിഡ്ജ് ടൈപ്പ് ഓയിൽ ഫിൽട്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തതാണ് എൻജിൻ ഓയിലിന്റെ അളവ് എവിടെ നോക്കിയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളത്. അപ്പൊ എൻജിൻ ഓയിലിന്റെ അളവ് നോക്കുന്നത് നമ്മൾ എൻജിൻ ഓയിലിന്റെ വാണിംഗ് ലാമ്പ് നോക്കിയിട്ട് നമ്മൾക്ക് കുറവാണെങ്കിൽ അറിയാവുന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ സാധാരണ പരിശോധിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ എൻജിൻ തുറന്നിട്ട് എൻജിന്റെ അവിടെ ഒരു ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ടാവും. അത് നമ്മൾ തുറന്നിട്ട് അതിനകത്തൊരു സ്കെയിൽ പോലൊരു സാധനം ഉണ്ട്. അത് നോക്കിയിട്ടാണ് നമ്മൾ മിനിമം മാക്സിമത്തിന്റെ ഇടയ്ക്ക് കാണണം എന്ന് പറയുന്നത്. ആ സംഭവത്തിന്റെ പേരാണ് ഡിപ്സ്റ്റിക്ക്. ഓയിൽ ഡിപ്സ്റ്റിക്ക് എന്നാണ് അതിന്റെ പേര്. അത് നോക്കിയിട്ടാണ് നമ്മൾ എൻജിൻ ഓയിലിന്റെ അളവ് കണ്ടുപിടിക്കുന്നത്. ഇത് മിക്ക എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ എക്സാമുകളിലും ഓയിൽ നോക്കുന്ന ഒരു സംഭവത്തിനെ കുറിച്ച് കാണും. അതിന്റെ കൂടുതൽ ഓയിൽ സ്കെയിൽ എന്നൊക്കെ പറഞ്ഞ് കാണും. അപ്പൊ നമ്മൾ ഓർക്കും പെട്ടെന്ന് ഓയിലുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ ഓയിലിന്റെ സ്കെയിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ അന്നേരം ഓയിൽ സ്കെയിൽ എന്ന് പറഞ്ഞൊക്കെ എഴുതി വെക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതല്ല സംഭവം. അല്ലെങ്കിൽ ഓയിൽ മീറ്റർ എന്ന് പറഞ്ഞ ഓയിലിന്റെ ഇത് കാണിക്കും, വാണിംഗ് ലാമ്പ് എന്ന് പറഞ്ഞ് കാണിക്കും, ഓയിൽ വാണിംഗ് ലാമ്പ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പൊ നമ്മൾ ചിലപ്പോൾ അത് എഴുതി വെക്കാൻ ചാൻസ് ഉണ്ട്. അതും തെറ്റാണ്. ഡിപ്സ്റ്റിക്ക് നോക്കിയാണ് അറിയുന്നത്. ഡിപ്സ്റ്റിക്കിലെ കറക്റ്റ് നമ്മൾ ഓയിലിന്റെ അളവെന്ന് പറയുന്നാൽ മിനിമം എന്ന് പറഞ്ഞൊരു ലൈൻ കാണും. ആ മിനിമം എന്ന് പറഞ്ഞ ലൈനിന്റെ മാക്സിമം എന്ന് പറഞ്ഞ ലൈനിന്റെ ഇടയ്ക്ക് നിൽക്കണം എന്നുള്ള, അതാണ് ഓയിലിന്റെ കറക്റ്റ് ആയിട്ടുള്ള അളവ്. മിനിമത്തിന്റെ അളവും മാക്സിമത്തിന്റെ അളവിന്റെ ഇടയ്ക്കാണ് ഡിപ്സ്റ്റിക്കിലെ കറക്റ്റ് ഓയിലിന്റെ അളവ് കാണേണ്ടത്. പിന്നെ പ്രഷർ ഗേജ് എന്താണെന്ന് നമുക്കറിയാം. ഇപ്പൊ ഞാൻ പറഞ്ഞു ഗേജ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മീറ്റർ ആയിരിക്കും. പ്രഷർ ഗേജ് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ എയർ നോക്കുന്ന ഒരു മീറ്ററാണ് പ്രഷർ ഗേജ്. ടെമ്പറേച്ചർ ഗേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെമ്പറേച്ചർ കാണിക്കുന്ന ഗേജ് ആണ്. അടുത്ത ഡിപ്സ്റ്റിക് ആണ് ആൻസർ. അടുത്ത 79. ലൂബ്രിക്കേഷൻ ഓയിലിന്റെ പ്രധാന ധർമ്മം. നമുക്കറിയാവുന്ന കാര്യമാണ്. ഓയിൽ ഒഴിക്കുന്നത് നമ്മൾ എഞ്ചിന്റെ തേയ്മാനം കുറയ്ക്കാൻ വേണ്ടിയാണ് ഓയിൽ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതാണ് ആൻസർ. നമുക്ക് കോമൺ സെൻസ് വെച്ച് എഴുതുന്ന സംഭവമാണ്. അടുത്തത് കാർബറേറ്ററിൽ നടക്കുന്ന പ്രവർത്തനം എന്താണ്. ഇന്ധനത്തെ പമ്പ് ചെയ്യുന്നു, ശരിയായ അളവിൽ ഇന്ധന വായു മിശ്രണം നടക്കുന്നു, ഇന്ധനത്തെ അരിക്കുന്നു, വായുവിനെ അരിക്കുന്നു. ശരിയായ അളവിൽ ഇന്ധന വായു മിശ്രണമാണ് നടക്കുന്നത്. കാർബറേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പെട്രോൾ എഞ്ചിനിലാണ് കാർബറേറ്റർ ഉള്ളത്, ഡീസൽ എഞ്ചിനിൽ ഫ്യൂവൽ ഇഞ്ചക്ടർ ആണ്. കാർബറേറ്റർ വെച്ച് നടക്കുന്ന പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായ അളവിൽ വായുവിന് ഇന്ധനത്തിനായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ വെച്ചാണ് ഇത് എഞ്ചിൻ കത്തിക്കാനുള്ള ആ ഒരു ശ്രമം നടക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കാർബറേറ്റർ പ്രവർത്തനം എന്ത് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ശരിയായ അളവിൽ ഇന്ധന വായു മിശ്രണം നടക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതാണ് അതിനകത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇപ്പൊ ഇതിന്റെയും എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് നമുക്ക് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം.
ഒരു തരം ടെൻഷൻ ആകേണ്ട, ഇത് മനസ്സിലാക്കുക. അടുത്ത നോക്കുക, അന്തരീക്ഷ മർദ്ദത്തെക്കാൾ കൂടിയ മർദ്ദത്തിൽ എഞ്ചിനിലേക്ക് വായു എത്തിക്കാൻ എന്താണ് സഹായിക്കുന്നത്? സൂപ്പർ ചാർജറുകളാണ്. അന്തരീക്ഷ മർദ്ദത്തെക്കാൾ കൂടിയ മർദ്ദത്തിൽ എഞ്ചിനിലേക്ക് വായു എത്തിക്കുന്നത് സൂപ്പർ ചാർജറുകളാണ്. അത് ഓർത്തിരുന്ന് തന്നെ ആൻസർ ചെയ്യുക. അടുത്തത്, പൊടി കയറി അടഞ്ഞുപോയ എയർ ക്ലീനർ മൂലം ഉണ്ടാകുന്ന പ്രധാന തകരാറ്. ബാറ്ററി ചാർജ് കുറയും, ഇന്ധനം ഉപയോഗം കൂടും, വാഹനത്തിനുള്ളിൽ പൊടി നിറയും, എയർ ക്ലീനർ പെട്ടെന്ന് നശിക്കും. ആൻസർ 82B ആണ്. ഇന്ധന ഉപയോഗം കൂടും എന്നുള്ളതാണ്. നമ്മുടെ എയർ ക്ലീനർ മൂലം പൊടി കയറി അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വാഹനത്തിന്റെ ഇന്ധന ഉപയോഗം കൂടും എന്നുള്ളതാണ്. അടുത്തത്, കോൾഡ് സ്റ്റാർട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഗ്ലോ പ്ലഗ് ആണ് കോൾഡ് സ്റ്റാർട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. കോൾഡ് സ്റ്റാർട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഗ്ലോ പ്ലഗ്. അപ്പൊ അത് ഓർത്ത് വെക്കുക. അടുത്തത് 84. ഇന്ധനം ചെറുകണകളായി മാറ്റപ്പെടുന്നത് എവിടെ വെച്ചാണ് എന്നുള്ളതാണ് 84ന്റെ. ഇഞ്ചക്ടർ, ഫ്യൂവൽ പമ്പ്, ഫ്യൂവൽ ഫിൽട്ടർ, ഗവർണർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. 84 അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഈ ഇഞ്ചക്ടറിലാണ് ഇന്ധനം ചെറുകണികളായി മാറ്റപ്പെടുന്നത്. ഈ ഡീസൽ വണ്ടികളിലാണ് നടക്കുന്നത്. ഡീസൽ വണ്ടികളിൽ ഫ്യൂവൽ ഇഞ്ചക്ടറിലാണ് നമ്മൾ പറഞ്ഞ പോലെ ഇന്ധനം മിക്സ് ചെയ്യുന്നത്. നമ്മൾ പെട്രോൾ വണ്ടികൾ ഇപ്പം പറഞ്ഞു കാർബറേറ്റർ വെച്ച് മിക്സ് ചെയ്യുന്നു പറഞ്ഞു. അതുപോലെ ഇവിടെ ചെറുകണികളായിട്ട് മാറ്റിയിട്ട് ഇഞ്ചക്ടറിൽ നിന്ന് സ്പ്രേ ചെയ്തിട്ടാണ് ഡീസൽ വണ്ടികളിൽ കത്തുന്നത്, എഞ്ചിൻ കത്തിക്കുന്നത്. അപ്പൊ അതാണ് ഇഞ്ചക്ടർ എന്ന് പറയുന്നത്. അത് നമ്മൾ 2 എഞ്ചിന്റെ ഭാഗം പഠിക്കുമ്പോൾ ഡിഫറൻസ് പഠിക്കുമ്പോഴത്തേനും കറക്റ്റായിട്ട് മനസ്സിലാവും. എഞ്ചിനകത്ത് ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, നമുക്ക് കവർ ചെയ്യാം. അടുത്ത്, എഞ്ചിൻ ഫയറിങ്ങോടനുസരിച്ച് സ്പാർക്ക് പ്ലഗുകളിൽ കറണ്ട് എവിടെ നിന്നാണ് എത്തുന്നത് ഏത് വഴിയാണ് എത്തുന്നത് എന്നുള്ളതാണ്. കേബിളുകൾ, ഡിസ്ട്രിബ്യൂട്ടർ, CV പോയിന്റ്, കണ്ടൻസ്റ്റർ. ആൻസർ B ആണ്. 85B ആണ് ആൻസർ. ഡിസ്ട്രിബ്യൂട്ടർ വഴിയാണ് എഞ്ചിന്റെ ഫയറിങ്ങോടനുസരിച്ച് വരുന്ന കറണ്ട് സ്പാർക്ക് പ്ലഗുകളിൽ എത്തുന്നത്. സ്പാർക്ക് പ്ലഗുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, സ്പാർക്ക് പ്ലഗ് ഉള്ളത് വണ്ടി എന്ന് പറയുന്നത് പെട്രോൾ വാഹനങ്ങളാണ്. ഡീസൽ വണ്ടികളിൽ സ്പാർക്ക് പ്ലഗ് അല്ല കത്തിക്കുന്നത്, ഇഞ്ചക്ടറിലാന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ സ്പാർക്ക് പ്ലഗ് ആണ്. അതിൽ സ്പാർക്ക് പ്ലഗ് ഉള്ള വണ്ടികളിലാണ് ഡിസ്ട്രിബ്യൂട്ടർ കാണുന്നത്. അടുത്ത്, സ്പാർക്ക് പ്ലഗിന്റെ എയർ ക്യാപ്പ്. അത് നമ്മൾ കണ്ടു തന്നെ പഠിച്ചു വെക്കണം, കാണാതെ തന്നെ പഠിച്ചു വെക്കണം. 0.6 മുതൽ 1 mm വരെയാണ് സ്പാർക്ക് പ്ലഗിന്റെ എയർ ഗ്യാപ്പ് എന്ന് പറയുന്നത്. എയർ കയറാനുള്ള ചെറിയ ഗ്യാപ്പ് എന്ന് പറയുന്നത് തീർത്ത് ചെറുതാണ്. അതിന്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 1 mm താഴെയാണ്. അടുത്ത്, ഒരു ലെഡ് ആസിഡ് ബാറ്ററിയിൽ സെല്ലുകളുടെ ചാർജ് നില എങ്ങനെ പരിശോധിക്കാം? ഇത് നമുക്ക് അറിയാവുന്ന ആൻസറാണ്. കേബിളും ടെസ്റ്ററും ഉപയോഗിച്ച് നമുക്ക് പരിശോധിക്കത്തില്ല. നമ്മൾ ബാറ്ററി കടയിലൊക്കെ പോകുമ്പം ഒരു സംഭവം വെച്ച് ബാറ്ററിയിൽ നോക്കുന്ന കണ്ടിട്ടില്ലേ, അതാണ് ഹൈഡ്രോമീറ്റർ. ഹൈഡ്രോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് ബാറ്ററി സെല്ലുകളുടെ ചാർജ് നില നമ്മൾ പരിശോധിക്കുന്നത്. ടെസ്റ്ററും കേബിളും ഉപയോഗിച്ച് പരിശോധിക്കാൻ പറ്റത്തില്ല, ഹൈഡ്രോമീറ്റർ ഉപയോഗിച്ചും പരിശോധിക്കാൻ പറ്റത്തില്ല. ആൻസർ ഹൈഡ്രോമീറ്റർ ആണ്. അടുത്ത 88. ഒരു ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഇലക്ട്രോലൈറ്റ് അളവെന്ന് കുറവാണെന്ന് കണ്ടാൽ നമ്മൾ എന്ത് ഒഴിച്ചു കൊടുക്കണം? ബാറ്ററിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാന്ന് പറയത്തില്ലേ, അതാണ്. അതിനകത്ത് മിനറൽ വാട്ടർ ഒഴിക്കാൻ പറ്റത്തില്ല. പകരം നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് ഉപയോഗിക്കുന്നത്. ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നീരാവി തണുപ്പിച്ചുണ്ടാക്കുന്ന വാട്ടറാണ് ഡിസ്റ്റിൽഡ് വാട്ടർ. അപ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് ലെഡ് ആസിഡ് ബാറ്ററിയിൽ ചാർജ് കുറവാണെന്ന് കണ്ടാൽ നമ്മൾ ഒഴിക്കുന്ന വാട്ടറാണ് ഡിസ്റ്റിൽഡ് വാട്ടർ. അടുത്ത 89. എഞ്ചിന്റെ തിരിവ് കയർത്തിയ വാഹനത്തിന്റെ അവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ വ്യത്യസ്ത സ്പീഡ്, ടോർക്ക് അനുപാതങ്ങളിൽ വീലുകളിൽ എത്തിക്കുന്ന സംഭവമാണ് C, ഗിയർ ബോക്സ് ആണ് നമ്മുടെ എഞ്ചിന്റെ തിരിവ് ബലത്തിന് വാഹനത്തിന്റെ അവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ വ്യത്യസ്ത സ്പീഡ് ടോർക്കുകൾ, അതായത് ടോർക്ക് മാറ്റം മാറ്റി കൊടുക്കുകയും പുറകോട്ട് ഓടിക്കാനും ഒക്കെ സഹായിക്കുന്ന സംഭവമാണ് ഗിയർ ബോക്സ്. സ്റ്റിയറിംഗിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റിയറിംഗ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ വേഗതയ്ക്കൊന്നും മാറ്റം വരത്തില്ല, തിരിയുക എന്നുള്ളതേ ഉള്ളൂ. ക്ലച്ച് അല്ല, ക്ലച്ച് എഞ്ചിനെ ന്യൂട്രൽ അവസ്ഥയിലേക്ക് ആക്കുന്ന സംഭവമാണ് ക്ലച്ച് എന്ന് പറയുന്നത്. എഞ്ചിനും ഗിയർ ബോക്സുമായിട്ടുള്ള ബന്ധം പിടിപ്പിക്കുന്ന ഉപകരണമാണ് ക്ലച്ച്. പ്രൊപ്പല്ലർ ഷാഫ്റ്റ് അല്ല. ഈ ഗിയർ ബോക്സിലുള്ള ആ ഒരു ടോർക്ക് എത്തിക്കുന്നത് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഗിയർ ബോക്സിലുള്ള സംഭവമാണ് ടോർക്ക് അനുപാതത്തിൽ എത്തിക്കുക എന്നുള്ള ഗിയർ ബോക്സിന്റെ ധർമ്മമാണ്. അപ്പൊ അതാണ് ആൻസർ ആയിട്ട് വരുന്നത്, ഗിയർ ബോക്സ്. അടുത്ത നോക്കുക 90. വാഹനത്തിലെ ആൾട്ടർനേറ്റർ ഉപയോഗിക്കുന്ന AC-യെ എന്തിലൂടെ കടത്തി വിട്ടിട്ടാണ് DC ആക്കി മാറ്റാനുള്ളത്? ബാറ്ററിയായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ആണ്. അത് ഒരു ക്വസ്റ്റിനെ ചോദിച്ചിട്ടുള്ളൂ. സാധാരണ ഒരു ക്വസ്റ്റിനൊക്കെ ചോദിക്കാറുള്ള ചെറിയൊരു ക്വസ്റ്റനാണ്. 3-4 പോയിന്റുകളൊക്കെ ഉള്ളൂ. അത് നമുക്ക് അടുത്ത ഏതൊരു ക്ലാസ്സിലായിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ആൻസർ എന്ന് പറയുന്നത് D ആണ്, ഡയോഡാണ് നമ്മുടെ ആൾട്ടർനേറ്ററിൽ ഉത്പാദിപ്പിക്കുന്ന AC-യെ ഡയോഡിലൂടെ കടത്തിവിട്ടാണ് DC ആക്കി മാറ്റുന്നത്. ഈ ആൾട്ടർനേറ്റർ എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാറ്ററിക്ക് ഡൈനാമിക് പവർ ഉപയോഗിക്കുന്ന സാധനമാണ്. നേരത്തെ ഡൈനാമിക് ആയിരുന്നു വാഹനങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഹെവി വാഹനങ്ങളിലൊക്കെ ആൾട്ടർനേറ്റർ ആണ്.
അതായത് വൈദ്യുതി നമ്മുടെ വാഹനം കറക്കുന്നതനുസരിച്ച് നമ്മുടെ ചാർജ് ഡൈനാമോ പോലെ കറങ്ങി ആൾട്ടർനേറ്ററിലാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ആണ് ആൾട്ടർനേറ്ററിനകത്ത് ഡയോഡ്. അടുത്ത് എൻജിൻ സ്റ്റാർട്ടർ മോട്ടോർ ഡാഷിനെയാണ് തിരിക്കുന്നത്. ക്യാം ഷാഫ്റ്റ്, ഡിസ്ട്രിബ്യൂട്ടർ, ഫ്ലൈ വീല്, ആൾട്ടർനേറ്റർ. എൻജിൻ സ്റ്റാർട്ടർ മോട്ടോർ എൻജിനിൽ ഉണ്ടാകുന്ന പ്രവർത്തനം എന്തിനെ തിരിച്ചിട്ടാണ് വാഹനം പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അത് എൻജിനിലുണ്ടാകുന്ന പ്രവർത്തനം ഫ്ലൈ വീലിനെ തിരിച്ചിട്ടാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് മോട്ടോർ ഫ്ലൈ വീലിനെയാണ് തിരിക്കുന്നത്. അതാണ് അതിന്റെ ആൻസർ. ഡിസ്ട്രിബ്യൂട്ടർ അല്ല, ഡിസ്ട്രിബ്യൂട്ടർ കറണ്ട് എത്തിക്കുന്നത് നമ്മൾ പറഞ്ഞു. ആൾട്ടർനേറ്റർ AC വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പം ഫ്ലൈ വീലാണ് ഇതിന്റെ ആൻസർ. അടുത്തത് ഹാൻഡ് ബ്രേക്കുകൾ ഉപയോഗിക്കുന്നത്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കാറില്ല. നിർത്തിയിട്ട വാഹനം ചലിക്കാതിരിക്കാനാണ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് അല്ലെങ്കിൽ പാർക്കിംഗ് ബ്രേക്ക് ഉപയോഗിക്കുന്നത്. ബ്രേക്കിന്റെ കാര്യക്ഷമത കൂട്ടാനല്ല, കുട്ടികൾ വാഹനം ഓടിക്കാനോ ഉപയോഗിക്കാനോ അല്ല. അത് നമ്മൾ ആൻസർ വായിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. അതിനകത്ത് കറക്റ്റ് യോജിക്കുന്ന ആൻസർ നിർത്തിയിട്ടിരുന്ന വാഹനം ചലിക്കാതിരിക്കാനാണ്. അടുത്തത് 93. മുകളിൽ നിന്ന് വീക്ഷിക്കുന്ന വാഹനത്തിന്റെ മുൻവീലുകളുടെ മുന്നഗ്രങ്ങൾ പുറകിലെ അഗ്രങ്ങളെക്കാൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതിന് നമ്മൾ ടോ ഔട്ട് എന്നാണ് പറയുന്നത്. ടോ ഔട്ട്. നമ്മൾ വാഹനം നിർത്തിയിട്ട് നമ്മൾ മുകളിലത്തെ നിലയിലേക്ക് കയറി നോക്കുമ്പോഴത്തേനും വാഹനം കഴിഞ്ഞിട്ട് കുറച്ചായിട്ട് അതിന്റെ ടയർ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്, വെളിയിലേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. അതിനെ നമ്മൾ പറയുന്നതാണ് ടോ ഔട്ട് എന്ന് പറയുന്നത്. അടുത്ത നോക്കുക 94. ഡ്രൈവർ സ്റ്റിയറിംഗ് വീലിൽ കൊടുക്കുന്ന ബലം പല മടങ്ങായി വർദ്ധിപ്പിച്ച് ഡാഷ് ആണ് വീലുകളിൽ എത്തിക്കുന്നത്. അതായത് നമ്മൾ സ്റ്റിയറിംഗിൽ കൊടുക്കുന്ന ബലം ചെറിയൊരു ബലമായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് ഫ്രണ്ടിലുള്ള ടയർ തിരിയുന്നത് എന്നുള്ളതാണ്. അത് ഏത് ഉപകരണമാണ് എത്തിക്കുന്നത് എന്നുള്ളതാണ്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ആണ്. സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ആണ് നമ്മൾ സ്റ്റിയറിംഗിൽ കൊടുക്കുന്ന ബലം പല മടങ്ങായി വർദ്ധിപ്പിച്ച് ടയറുകളിൽ എത്തിക്കുന്നത്. അടുത്തത് വ്യത്യസ്ത കോണുകളിൽ തിരിയാൻ പ്രൊപ്പല്ലർ ഷാഫ്റ്റിനെ സഹായിക്കുന്ന സംഭവം എന്താണ്? വ്യത്യസ്ത കോണുകളിൽ തിരിയാൻ പ്രൊപ്പല്ലർ ഷാഫ്റ്റിനെ സഹായിക്കുന്ന സംഭവം ഏതാണെന്നാണ്? യൂണിവേഴ്സൽ ജോയിന്റ് ആണ് വ്യത്യസ്ത കോണുകളിൽ തിരിയാൻ പ്രൊപ്പല്ലർ ഷാഫ്റ്റിനെ സഹായിക്കുന്നത്. ഡിഫറൻഷ്യൽ അല്ല, ക്ലച്ച് അല്ല, ആക്സിൽ അല്ല, യൂണിവേഴ്സൽ ജോയിന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത് വാഹനത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ ടയറുകളുടെ വ്യത്യസ്ത തേയ്മാനം ഏകീകരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അലൈൻമെന്റ് നടത്തണമെന്നുള്ളത് എഴുതി വെച്ചേക്കല്ല, തെറ്റായിട്ടുള്ള ആൻസർ ആണ്. ടയർ റൊട്ടേഷൻ ആണ് ശരിക്കും അംഗീകരിച്ചിരിക്കുന്ന ആൻസർ. അലൈൻമെന്റ് നടത്തണമെന്ന് പറയുന്നത് ശരിയാണ്. അലൈൻമെന്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ടയർ വെട്ടി തേയുന്നല്ല, ഒരു സൈഡ് തേയുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, കറക്റ്റായിട്ട് തേയത്തുള്ളൂ. പക്ഷെ എല്ലാ ടയറും ഒരുപോലെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൊട്ടേഷൻ തന്നെ ചെയ്യണം. അതായത് ഫ്രണ്ടിൽ കിടക്കുന്ന ആ ടയറിനായിരിക്കും കുറച്ച് തേയ്മാനം കൂടുതൽ ഉള്ളത്. ഫ്രണ്ടിലുള്ള ടയറുകൾക്കായിരിക്കും അത്യാവശ്യം തേയ്മാനം കൂടുതലുള്ളത്. നമ്മുടെ കാറുകളിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ എടുത്ത് 5000-6000 കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും എടുത്ത് ബാക്കിലേക്ക് ഇടുക, ബാക്കി കിടക്കുന്നിടത്ത് ഫ്രണ്ടിലേക്ക് ഇടുക, അതിൻ്റെ ഇടയ്ക്ക് സ്റ്റെപ്പിന് റൊട്ടേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സംഭവത്തിനാണ് നമ്മൾ ടയർ റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് അതിന്റെ ആൻസർ, ടയർ റൊട്ടേഷൻ. നൈട്രജൻ നിറയ്ക്കുക എന്നുള്ളതല്ല, അത് എയർ നിറയ്ക്കുന്നതിന് തന്നെയാണ്. വീൽ ബാലൻസ് എന്ന് പറയുന്നത് നമ്മളത് ബാലൻസ് ചെയ്യുന്ന സംഭവത്തിനാണ്, അതുമല്ല. ആൻസർ ടയർ റൊട്ടേഷൻ ആണ്. അടുത്ത് 97. ഫ്രിക്ഷൻ ടൈപ്പ് ക്ലച്ചുകൾ എവിടെയാണ് ഉപയോഗത്തിൽ വരുന്നത്? അത് നമുക്കിപ്പം പെട്ടെന്ന് അതിനകത്ത് കണ്ടിട്ട് അത് നമ്മൾ ടെക്നിക്കലായത് പഠിക്കാതെ തന്നെ നമുക്കത് മനസ്സിലാകത്തില്ല. അപ്പൊ അത് ആ ടോപ്പിക്ക് തന്നെ നമ്മൾ വായിച്ചു നോക്കി പഠിക്കണം. അപ്പൊ അത് എഞ്ചിനൊക്കെ ഇടുന്ന സമയത്ത് അതും പറയാം. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എഞ്ചിനും ഗിയർ ബോക്സിനും ഇടയിലാണ് ഫ്രിക്ഷൻ ടൈപ്പ് ക്ലച്ചുകൾ എവിടെയാണ് ഉപയോഗിച്ച് വരുന്നത് എന്നുള്ളതിന്റെ ആൻസർ എഞ്ചിനും ഗിയർ ബോക്സിനും ഇടയിലാണ്. അടുത്തത് 98. അമിതമായ കാറ്റ് നിറച്ച ടയറിന്റെ തേയ്മാനം കൂടുതൽ വരുന്ന ഭാഗം. നമുക്കറിയാം, കൂടുതലായിട്ട് കാറ്റ് നിറച്ചിട്ടുണ്ടെങ്കിൽ മധ്യഭാഗം ഇച്ചിരി വീർത്തിങ്ങി തള്ളി വരും. ആ ഭാഗത്തായിരിക്കും പെട്ടെന്ന് തേയ്മാനം സംഭവിക്കുന്നത്. അപ്പം മധ്യഭാഗമാണ് അതിന്റെ ആൻസർ. അടുത്ത് ഓയിൽ ഫിൽറ്ററിന്റെ ബൈപ്പാസ് വാൽവ് തുറക്കുന്നത് എപ്പോഴാണ്? ബൈപ്പാസ് വാൽവ് തുറക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വഴി അടയുമ്പോഴാണ് ബൈപ്പാസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെയാണ് ഓയിൽ ഫിൽറ്ററിന്റെ ബൈപ്പാസ് വാൽവ് തുറക്കുന്നത് ഓയിൽ ഫിൽറ്റർ അടയുമ്പോഴാണ്. അത് നമുക്ക് കോമൺ ആയിട്ട് യൂഷ്വലായിട്ട് നമുക്ക് അത് കോമൺ സെൻസ് വെച്ചെടുക്കാവുന്ന സംഭവമാണ്. ഓയിൽ ഫിൽറ്റർ അടയുമ്പോൾ ബൈപ്പാസ് വാൽവ് തുറക്കും എന്നുള്ളതാണ്. അടുത്തത് പെട്രോൾ എഞ്ചിനുകളിൽ സാധാരണമായി ഉപയോഗിക്കുന്ന എഞ്ചിൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. പെട്രോൾ എഞ്ചിൻ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കുന്നത് പെട്രോൾ എഞ്ചിനുകളാണെന്ന് പറഞ്ഞിരുന്നു. ഇതിനകത്ത് വന്നിരിക്കുന്ന ഭാഗം സ്പാർക്ക് പ്ലഗ് ഉള്ളത് പെട്രോൾ എഞ്ചിനാണ്. അപ്പം സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ എന്ന് പറയുന്നതാണ്
പെട്രോൾ എഞ്ചിനുകളിൽ സാധാരണമായി ഉപയോഗിക്കുന്ന എഞ്ചിൻ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ ആണെന്ന് അറിയപ്പെടുന്നത്. കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മുടെ ഡീസൽ വണ്ടികളിൽ ഉപയോഗിക്കുന്നതാണ്. സ്റ്റീം എഞ്ചിൻ എന്ന് പറയുന്നത് നമുക്ക് ആവി എഞ്ചിൻ, അതാണ് സ്റ്റീം എഞ്ചിൻ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ സിസ്റ്റം ആണ്. SI എന്ന് പറയുന്ന സംഭവമാണ് പെട്രോൾ എഞ്ചിനുകളിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഇതാണ് 2019 കേരള PSC നടത്തിയ ഡ്രൈവർ ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ട്രേഡ് ഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യൻ. കട്ട് ഓഫ് ഒക്കെ വളരെ കുറവായിരുന്നു, 40, 30 എല്ലാം 40 താഴെയുള്ള കട്ട് ഓഫ് ആയിരുന്നു. നമ്മളൊന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ റേഞ്ച് പിടികിട്ടും. നമ്മളൊന്ന് നോക്കുക. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യം തന്നെ നമ്മൾ ഒരു പേപ്പർ എടുത്ത് നമ്മൾ എത്ര മാർക്ക് കിട്ടും അത് കഴിഞ്ഞ് കൂട്ടി നോക്കുക. നമ്മൾ എത്ര എണ്ണം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. അത് കഴിഞ്ഞ് മൈനസ് ബാലൻസ് കുറയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കട്ട് ഓഫ് നമുക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കുക. അപ്പം നമുക്ക് മനസ്സിലാവും 50-ൽ എത്ര മാർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം കട്ട് ഓഫിന്റെ എത്ര അടുത്ത് നമ്മൾ വന്നിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ബാക്കി 50 മാർക്കിന്റെ GK ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിൽ നിന്നും കൂടെ മാർക്ക് മേടിച്ചാൽ ചിലപ്പം ഇത് 50 മാർക്ക് മേടിച്ചവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് 50 മാർക്ക് തന്നെ ആയി. 40 കട്ട് ഓഫ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് ആണ് ഞാൻ പറയുന്നത്. ഈ പ്രാവശ്യം മാറ്റം വരാം, എങ്കിൽ പോലും ഒത്തിരി മാറ്റം ഒന്നും വരത്തില്ല. അതിന്റെ അടുത്ത് ഏറെക്കുറെ അടുത്തൊക്കെ തന്നെ ആയിരിക്കും നിൽക്കാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ളവർ നമുക്ക് നമ്മുടെ ആ ഒരു ലെവൽ നമുക്ക് തന്നെ ഇവാലുവേറ്റ് ചെയ്യാം. അതിനാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ നമ്മൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞത്. നമ്മൾ എന്നും നമ്മൾ എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ക്വസ്റ്റ്യന് ഒന്ന് നമ്മൾ ചെയ്ത് നോക്കുവാണെങ്കിൽ ഒന്നാമത്തെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യനോട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും നമുക്ക് ഇതിനകത്ത് എത്ര എണ്ണം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെന്ന്. എങ്ങനെയായാലും ഒരു 10-15 എണ്ണത്തിൽ കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. അപ്പൊ അതൊരു പോയിന്റാണ്, റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ നമുക്ക് ഇതിന്റെ ഒരു ഏതൊക്കെ ഭാഗത്തു നിന്നാണ് വരുന്നത് എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയപ്പോൾ നമുക്കൊരു അറിവായി. അതനുസരിച്ച് നമുക്ക് ഇച്ചിരൂടെ നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് ഇച്ചിരൂടെ പഠിക്കാൻ പറ്റും. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതാണെങ്കിൽ പോലും നമ്മൾ അതിനെ അപേക്ഷിച്ച് എത്ര മാർക്ക് കൂടുതൽ കിട്ടിയെന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. താങ്ക് യു.